കോശങ്ങൾക്കുള്ളിലെ പവർ ഹൗസുകളാണ് മൈറ്റോകോൺട്രിയ. പ്രമേഹം ഉൾപ്പെടെയുള്ള പല ജീവിതശൈലി രോഗങ്ങളിലും മൈറ്റോകോൺട്രിയയുടെ തകരാറ് ഒരു പ്രധാന ഘടകമാണ്. സെൽ ന്യൂക്ലിയസിലെ DNA പോലെയോ അതിനേക്കാളോ പ്രധാനമാണ് അമ്മയിൽ നിന്നും ലഭിക്കുന്ന ഈ കൊച്ചു മൈറ്റോകോൺട്രിയൽ DNA. മൈറ്റോകോൺട്രിയൽ DNAയിലെ തകരാറുകൾ ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റുന്ന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കും. പ്രമേഹ രോഗികളിൽ കാണുന്ന ക്ഷീണം, ഭക്ഷണം കഴിച്ചാലും മാറാത്ത, ഷുഗർ നോർമലോ കൂടുതലോ ആയിരിക്കുമ്പോൾ പോലും തോന്നുന്ന ക്ഷീണത്തിന്റെ കാരണം ഇതാണ്. മൈറ്റോകോൺട്രിയയ്ക്ക് ഗ്ലൂക്കോസിനെ ഊർജം മാറ്റാൻ കഴിയുന്നില്ല. അതേസമയം നമ്മൾ ചികിത്സകളിലൂടെ ഇൻസുലിന്റെ അളവ് കൂട്ടി ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ ലിവർ കൊഴുപ്പാക്കി മാറ്റും. കൊഴുപ്പിനെ സംഭരിക്കേണ്ടത് കൊഴുപ്പ് കോശങ്ങളിലാണ്. കൊഴുപ്പ് കോശങ്ങൾക്കുള്ളിൽ കൊഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ, സംഭരണശേഷി തീർന്നാൽ രക്തത്തിലെ കൊഴുപ്പിന്റെ ട്രൈഗ്ലിസറിഡിന്റെ അളവ് കൂടാൻ തുടങ്ങും. അപ്പോഴാണ് കരളിനുള്ളിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവറും രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ആത്രോസ്ക്ലെറോസിസും ബ്ലോക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.